എൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ എന്ത് ഗ്രാഫാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലേ? എൻ്റെ കോൺഫിഡൻറ്റ് ലെവൽ വളരെയധികം ഉയർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊന്നും കിട്ടത്തക്ക രീതിയിലുള്ള വീഡിയോസൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് അത്യാവശ്യം എല്ലാവർക്കും തോന്നുന്ന ചില ചിന്തകളിൽ നിന്നുള്ള വലിയതായിട്ടുള്ള വീഡിയോസൊന്നും ചെയ്തില്ല. 1-2 വീഡിയോസ് ഞാൻ അങ്ങനെ ആളുകളെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നിൻ്റെ താഴെ എനിക്ക് വളരെ മാന്യമായിട്ട് തെറി കിട്ടി. ആദ്യമായിട്ട് തെറി കിട്ടിയപ്പോൾ പായും രായ്ക്കും ചിഹ്നമൊക്കെ ഇട്ടിട്ടുള്ള തെറിയൊക്കെ കിട്ടിയപ്പോൾ ഐ ഫീൽ ഓ തുടങ്ങി എന്ന് കരുതി. പക്ഷേ അത് ഞാൻ ആ പച്ച തെറിയായതുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റത്തെ തെറിയായതുകൊണ്ടും എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഒക്കെ ചോദിച്ചു, ഈ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നിന്നാൽ എനിക്ക് ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, കാരണം ഇനി നമ്മളെ കസിൻസൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഇത്തരം മോശം വാക്കുകളൊക്കെ കേട്ടാൽ മോശമല്ലേ കരുതിയിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഏത് വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ ചോദ്യമാണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്തിട്ട് വോട്ട് കൊള്ളയ്ക്കെതിരെ ഞാൻ ചെയ്തിട്ടുണ്ടായത് വീഡിയോ. അതിൻ്റെ താഴെ വേറൊരു സംഖ്യ വന്നിട്ട് അവൻ്റെ സംസ്കാരം തെളിയിക്കുന്ന രീതിക്ക് വേറൊരു കമൻറ്റ് ഇട്ടു. അത് ഞാൻ റിമൂവ് ചെയ്യാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതൊക്കെ വരും. യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഇത്തരം നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരും. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എന്താ പറയുക ഡിലീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ റിമൂവ് ചെയ്തില്ല. പക്ഷേ അതിനെതിരെ സംസാരിക്കാൻ വേറൊരാൾ വന്ന് സംസാരിച്ചു. അത് അത്യാവശ്യം അവരവരുടെ സംസ്കാരം കാണിച്ച് ഇവരുടേതായ സംസ്കാരത്തിൽ മറുപടി കൊടുത്തു. അതവിടെ തീർന്നു. പിന്നീട് ഇങ്ങനെ പോയി 2-3 ദിവസം കഴിഞ്ഞ് ഈ അടുത്ത ദിവസം എന്നെ പേഴ്സണലി അറിയില്ല, പക്ഷെ എൻ്റെ നാട്ടുകാരനാണ്. അത് ആ കമൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി. വളരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിക്ക് 3 കമൻറ്റ് ഇട്ടു. ഐ ഫീൽ എന്താണ് ഇതൊക്കെ, ഇപ്പോൾ എല്ലാവരും കണ്ടാൽ വളരെ മോശം കാര്യമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അത് റിമൂവ് ചെയ്തു എന്ന് കണ്ടപ്പോൾ ആൾ വീണ്ടും എൻ്റെ പറ്റി എന്താ പറയുക വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ഇപ്പോഴത്തെ വെറുതെ നമ്മൾ ചൊറിയ അത്ര ഉദ്ദേശമുള്ളൂ. എന്നെ പേഴ്സണലി അറിയില്ല, പക്ഷേ ഞാൻ ഇന്ന വീട്ടിലത്തെ കുട്ടിയാണ്, ഇന്ന വീട്ടിലെ മരുമകളാണ് എന്നൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ്. സോ ആ വ്യക്തി വീണ്ടും വന്നിട്ട് കമൻ്റ് ഇട്ടു, എന്താ ഇപ്പോഴത്തെ ട്രെൻഡ് വീഡിയോസൊക്കെ എടുത്ത് ക്യാഷ് ഉണ്ടാക്കലാണ്. ആയിരിക്കാം ബ്രോ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. ആരാണ് പറയുന്നത്? കമൻ്റ് ഇടുന്ന അത്ര സിമ്പിളുള്ള കാര്യമൊന്നുമല്ല. ഒരു വീഡിയോസ് എടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വീഡിയോസ് കണ്ടിട്ട് പഠിച്ചിട്ട് വീഡിയോ ഇടുക. അതായത് മറ്റാരുടെയോ വീഡിയോ കണ്ട് അതാണ് ഞാൻ കോപ്പി ചെയ്ത് പറയുന്നത് എന്നുള്ള രീതിക്ക്. അതും എൻ്റെ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോൻ്റെ താഴെയാണ് വന്നത്. ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഇട്ടുന്നത്. ഒരിക്കലും മറ്റൊരാളെ റിവ്യൂ എടുത്തിട്ട് പറയില്ല. ചിലപ്പോൾ സാമ്യം തോന്നിയിരിക്കാം, കാരണം എല്ലാവരും കാണുന്നത് ഒരേ എപ്പിസോഡാണ്, ഒരേ ലൈവാണ്. സോ ഒരുപോലെ അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ടായിരിക്കാം. പക്ഷേ എന്താ പറയുക, മനഃപൂർവ്വം നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കമൻ്റ് ഇടുക. അത് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. എൻ്റെ ചാനലിൽ ഉണ്ടാവും, നിങ്ങൾ പോയി കാണൂ കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് വളരെ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ വേറൊരു യൂട്യൂബർ അതിൻ്റെ താഴെ വന്നിട്ട് അതിന് ചൊറിയും, നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ നന്നായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്, എനിക്കറിയാത്ത ഒരാൾ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ വെച്ചാൽ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർക്കറിയാം ഇതിൻ്റെ സ്ട്രഗിൾ അല്ലേ. വീഡിയോസ് വേണ്ട, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടാനൊരു വീഡിയോ ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ എടുക്കുക, അതിനൊക്കെ ഒത്തിരി എഫേർട്ട് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ വീഡിയോസ് വന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ചില സമയത്ത് നമ്മുടെ മിസ്റ്റേക്ക് വരും. നമ്മളിത് ഒരു സൊസൈറ്റിക്ക് മുന്നിലാണ് ഇടുക. നമ്മൾ അറിവില്ലായ്മ മൂലം പല മിസ്റ്റേക്കും നമ്മളെ സൈഡിൽ നിന്ന് വരാം. സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റാം അല്ലേ. ഇപ്പോൾ ജാസ്മിൻ ജാഫർ എന്താ പറയുക, നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് നടത്തി
അവർക്കെതിരെ ഇതൊന്നും അവർ പറഞ്ഞു അറിവില്ലായ്മയാണെന്ന്. ഓക്കെ, അതും ശരിയാണ്. നമ്മൾ വിചാരിക്കും എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും ഇൻഫ്ലുവൻസേഴ്സ് അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നതിൽ ഒരു പരിധി വരെയൊക്കെ നമുക്കറിയാം. അറിഞ്ഞുകൊണ്ട് ആരും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി. അപ്പോൾ നമ്മൾ അറിവില്ലായ്മ മൂലം എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു തരൂ, ഞാനത് വളരെ സന്തോഷത്തോടെ എടുക്കാം. ഇനി പേഴ്സണലി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് കണ്ടില്ലേ, എനിക്ക് റിമൂവ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി വരുന്നുണ്ട്. പക്ഷേ ഇനിയും ചിലപ്പോൾ തകർന്നു പോവാട്ടോ. ഞാനതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കാമെന്നല്ല, പക്ഷേ നമ്മളൊരു ഗ്രാഫ് അത് പതുക്കെ പതുക്കെ കയറുന്നുണ്ട്. ഞാൻ വളരെ തൊട്ടാവാടിയായിരുന്നു, എനിക്ക് ആളുകളെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻ്റ് ഒന്നുമില്ലായിരുന്നു. നിങ്ങളെ എൻ്റെ ഫാമിലി, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തരുന്ന സപ്പോർട്ടിലാണ് സത്യത്തിൽ ഞാൻ ഇത്രയ്ക്കെങ്കിലും സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇന്ത്യയിൽ ഇത്രയൊരു ചേഞ്ച്, ഈ ഒരു ചേഞ്ച് എന്നിൽ കൊണ്ടുവരാൻ നിങ്ങളാണ് കാരണം. ഓരോ ദിവസവും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് 1000 നന്ദി. ഇനിയും എനിക്ക് മുന്നോട്ട് വരാൻ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അത് മാത്രമേ പറയാനുള്ളൂ, സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, യൂട്യൂബിൽ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്.